ആൽപ്പൻ കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് കുറച്ച് ഉന്മേഷം ലഭിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിനെ പറ്റിയിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ബോട്ടിലിൽ വാങ്ങി കുടിക്കുന്ന ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ പേര് ഐസ് ടീ എന്നാണ്. അപ്പം നമുക്കിത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതെന്ന്. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ പറ്റും. അപ്പം ഞാൻ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താം. ഇപ്പം ഞാനിതിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കട്ടനാണ്. നമ്മൾ കട്ടൻ ചായ കുടിക്കുന്ന അതേ കടുപ്പത്തിന് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് ഇതിപ്പോൾ ഒരു റൂം ടെമ്പറേച്ചറിൽ തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പകുതിയെ ഞാൻ ഇതിൻ്റെ ജ്യൂസ് ഫ്രഷ് ജ്യൂസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മിൻറ്റ് പിന്നെ ഇവിടെ എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ല, ഉള്ളവർ ഉപയോഗിക്കുക, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് തേനാണ്. തേന് കുറച്ച് ആവശ്യത്തിന് എടുക്കുക, പിന്നെ പഞ്ചസാര. അപ്പോൾ ഇത് ഇത്രയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഐസ് ടീ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഈ ഒരു കട്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തേൻ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ നാരങ്ങ നീര് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് മിൻറ്റാണ്. മിൻറ്റ് നമ്മളിങ്ങനെ ഇലകൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി അടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പോടുകൂടി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നമുക്ക് പുറത്തൊന്ന് ഒരു 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് നമുക്ക് തലേദിവസം ഉണ്ടാക്കി ഒരു ദിവസം ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിൽ പലരും കടയിൽ നിന്നൊക്കെ ഈ ഐസ് ടീ വാങ്ങി കുടിക്കാറുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടീ ആണ്. വേനൽക്കാലത്ത് എന്തായാലും ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഈ ഡ്രിങ്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡ്രിങ്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പോടുകൂടി അല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ടീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ടീ ഉണ്ടാവുക. അപ്പം നമുക്കിനി ഇത് സെർവ് ചെയ്യാം.